തവ കഥാമൃതം തപ്തജീവനം കവിഭിരീഡിതം കൽമഷാപഹം ശ്രവണമംഗളം ശ്രീമദാതതം ഭുവി ഗൃണന്തി തേ ഭുരിദാ ജനാഃ ഭുവി ഗൃണന്തി തേ ഭുരിദാ ജനാഃ. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ലജ്ജാപടാവൃതേ നിത്യം ശാരദേ ജ്ഞാനദായികേ പാപേഭ്യോ ന സദാ രക്ഷ കൃപാമയി നമോസ്തുതേ. നമഃ ശ്രീയതിരാജായ വിവേകാനന്ദസൂരയേ സച്ചിത് സുഖസ്വരൂപായ സ്വാമിനേ താപഹാരിണേ. കഴിഞ്ഞ തവണ നമ്മൾ ഭഗവാന്റെ ജന്മോത്സവം അതിനോടനുബന്ധിച്ചിട്ടുള്ള കുറേ ഭാഗമാണ് നോക്കിയത്. അതായത് 1883 മാർച്ച് 11 ഭഗവാന്റെ ജന്മോത്സവം കഴിഞ്ഞ് ഇനി ഒരു 18 ദിവസം കഴിഞ്ഞാണ് അടുത്ത മാസ്റ്റർ മഹാശയൻ്റെ കുറിപ്പ് വരുന്നത്. 18 ദിവസം കഴിഞ്ഞ്. അപ്പോൾ ഈ ജന്മോത്സവത്തിന് ത്രൈലോക്യൻ വന്ന കാര്യമൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ത്രൈലോക്യ സന്യാൽ അത് നമ്മളന്ന് കണ്ടതാണ്, ത്രൈലോക്യനും ഭഗവാനും തമ്മിൽ സംസാരിക്കുന്നത്. എന്നാൽ ഈ പ്രാവശ്യവും 18 ദിവസം കഴിഞ്ഞ് വരുന്ന ആ കുറിപ്പിലും ത്രൈലോക്യൻ വീണ്ടും കടന്നു വരുന്നുണ്ട്. ത്രൈലോക്യനെക്കുറിച്ചുള്ള വിവരണമുണ്ട്. യഥാർത്ഥത്തിൽ ത്രൈലോക്യനെക്കുറിച്ചുള്ള ശരിയായ വിവരണങ്ങൾ വരുന്നത് ഈ പ്രാവശ്യമാണ്. അതായത് ഈ മാർച്ച് 11 കഴിഞ്ഞ് 18 ദിവസം കഴിഞ്ഞ് വരുന്ന ആ കുറിപ്പുകളിലാണ് അത് വരുന്നത്. അതായത് അതിൻ്റെ ഒരു ഈ ഭാഗത്താണ് ത്രൈലോക്യനെക്കുറിച്ച് മാസ്റ്റർ മഹാശയൻ വിശദാംശം കൊടുക്കുന്നത്. ആദ്യത്തെ പ്രാവശ്യം അത് കൊടുത്തിരുന്നില്ല, ത്രൈലോക്യൻ എന്ന് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. ഇത്തവണ ത്രൈലോക്യൻ്റെ കൂടെ ഒരു അമൃതൻ കൂടി വന്നിട്ടുണ്ട്. അപ്പം അമൃതനും ത്രൈലോക്യനും കൂടിയാണ് ഭഗവാനെ കാണാനായിട്ട് വന്നിരിക്കുന്നത്. കേശവചന്ദ്രസേനൻ്റെ ബ്രഹ്മസമാജത്തിലെ, അതായത് നവവിധാൻ ബ്രഹ്മസമാജം, കേശവചന്ദ്രസേനൻ ആദി ബ്രഹ്മസമാജവുമായി വേർപിരിഞ്ഞ ശേഷം വേറൊരു ഗ്രൂപ്പായി നിന്ന് അത് നവവിധാൻ ബ്രഹ്മസമാജം എന്നുള്ള പേരിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോൾ ആ ഗ്രൂപ്പിൽപ്പെട്ട ഒരാസ്ഥാന ഗായകനാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ത്രൈലോക്യൻ എന്നാൽ അത്. ഭഗവത് ലീലയെക്കുറിച്ചുള്ള ഗുണങ്ങൾ കീർത്തിച്ച് എത്രയോ തവണ ആബാലവൃദ്ധം ജനങ്ങളുടെ മനസ്സിനെ അപഹരിച്ചിരിക്കുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ത്രൈലോക്യനെക്കുറിച്ച്. അതേപോലെ ത്രൈലോക്യൻ്റെ കൂടെ വന്നിരിക്കുന്ന അമൃതലാൽ ബസു എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. അമൃതലാൽ ബസു. അമൃതലാൽ ബസുവും ചിരഞ്ജീവി ശർമ്മയും, ഇങ്ങനെ 2 പേർ. ഇവരാണ് നവവിധാൻ ബ്രഹ്മസമാജത്തിൻ്റെ ആചാര്യന്മാർ. ആചാര്യന്മാർ എന്ന് പറയുമ്പോൾ അതിൻ്റെ നേതൃസ്ഥാനം എന്നല്ല ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ഈ വർഷിപ്പുകൾ നയിക്കുന്നവർ എന്നുള്ളതാണ്. ഈ ബ്രഹ്മസമാജത്തിൻ്റെ അവരുടെ ആരാധനാക്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവർ എന്നുള്ളതേ അർത്ഥമുള്ളൂ. അതാണ് ആചാര്യ പദവി കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കാരണം ഈ നവവിധാനിൽ നിന്ന് വിജയകൃഷ്ണ ഗോസ്വാമി ഉൾപ്പെടെയുള്ളവർ മാറി സാധാരണ ബ്രഹ്മസമാജം ആരംഭിച്ചപ്പോൾ ഇതേ വിജയകൃഷ്ണ ഗോസ്വാമിയാണ് അവിടെ ആചാര്യനായത്. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ഒരു നടപടിക്രമം. അപ്പോൾ ആചാര്യസ്ഥാനത്ത് നിൽക്കുന്നവരാണ് ഇതിൻ്റെ വർഷിപ്പ്, അതായത് ഇതുമായി ബന്ധപ്പെട്ട സർവീസ് എന്നൊക്കെ പറയുന്നത്. കാരണം ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ബ്രഹ്മസമാജത്തിൻ്റെ ആരാധനാക്രമങ്ങൾ എന്ന് പറഞ്ഞത്
ഇംഗ്ലീഷ് ആരാധനാക്രമത്തെ അനുകരിച്ചിട്ടാണ് ഇവർ ചെയ്യുന്നത്. അതായത് ചർച്ചിനെ, അന്നത്തെ കാലത്തെ പള്ളിയെ അനുകരിച്ചിട്ടാണ് ഈ ബ്രഹ്മസമാജംകാരുടെ എല്ലാ വർഷിപ്പും അവരുടെ ആരാധനാക്രമങ്ങളും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു തലത്തിൽ അവരത് ഉപയോഗിക്കുന്നത് നമ്മുടെ ഭാരതീയ സങ്കല്പത്തിലല്ല, മറിച്ച് ഇംഗ്ലീഷ് ആരാധനാക്രമത്തെ അതേപടി അനുകരിച്ചിട്ടാണ് അവരുടെ ആരാധനാക്രമങ്ങൾ പലതും വരുന്നത്. എന്നാൽ അതിൻ്റെ പ്രയോഗ രീതി കണ്ടാൽ അതൊരു ഭാരതീയ ഇത് വരുമെങ്കിലും അതിനെക്കുറിച്ചുള്ള അതിൻ്റെ ഒരു ഘടന എന്ന് പറയുന്നത് ബിബ്ലിക്കൽ ഘടനയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ആ ഇംഗ്ലീഷുകാരുമായിട്ടുള്ള ആ ഒരു സഹവാസം കൊണ്ടും ഒക്കെയാണ്. അവരപ്പോൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളൊക്കെ ആ കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് യഥാർത്ഥത്തിൽ ഇംഗ്ലീഷ് ചർച്ച് എങ്ങനെയാണോ ഫങ്ഷൻ ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ഇവരും ഈ നവവിധാൻ ബ്രഹ്മസമാജമൊക്കെ അതിൻ്റെ പ്രവർത്തനങ്ങൾ. എങ്കിൽ മാത്രമേ അന്നത്തെ കാലത്ത് ആളുകൾ വരികയുള്ളൂ. അതാണ് ആ പ്രശ്നം. അതായത് നമ്മളിവിടെ സാധാരണഗതിയിൽ ഇന്ന് നമുക്കിപ്പോൾ ആ ശീലമില്ല. നമ്മളതൊക്കെ പഴയ സിനിമകളിലോ ഒക്കെ കണ്ടിട്ടുള്ളതല്ലാതെ അത്തരം ഒരു ആരാധനാക്രമത്തെ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല. എന്നാൽ ആ കാലത്ത് ഒരാരാധനാക്രമം എന്ന് പറയുന്നത് ഈ ഇംഗ്ലീഷ് മേഖലയിലുള്ളവർ ചെയ്യുന്ന അതേ അനുകരിച്ചെങ്കിൽ മാത്രമേ പുതിയ തലമുറയിൽപ്പെട്ടവരെ വരികയുള്ളൂ. അതിപ്പോൾ ഇവിടെ ഇന്നത്തെ നമ്മുടെ എല്ലാ കാലത്തെയും നമ്മുടെ ഭാരതീയ സാഹചര്യം അത് തന്നെയാണ്. കാരണം ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനെ അടിസ്ഥാനപ്പെടുത്തി വരുന്ന ഒരു തലമുറയാവുമ്പോൾ അവർ അഡോപ്റ്റ് ചെയ്യുന്നത് മുഴുവൻ ഈ ഇംഗ്ലീഷ് മേഖലയിൽ നിന്നുള്ള അല്ലെങ്കിൽ പാശ്ചാത്യവൽക്കരണമാണ് ഏറ്റവും കൂടുതൽ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുക. അതിനാണ് ആൾ കിട്ടുകയുള്ളൂ. ഇപ്പം ഇവിടുത്തെ നമ്മൾ സംഗീതമായാലും നൃത്തമായാലും മറ്റേതൊരു ഘടനയായാലും സിനിമയായാലും ഒക്കെ ഇപ്പം നോക്കൂ, സിനിമയ്ക്ക് നമ്മൾ മലയാളത്തിൽ പേരിട്ടാൽ സിനിമയ്ക്ക് ആളെ കിട്ടില്ല. മലയാളത്തിൽ ഇറങ്ങുന്ന ഒരു സിനിമയ്ക്ക് പോലും മലയാളത്തിൽ പേരില്ല, മുഴുവൻ ഇംഗ്ലീഷ് പേരിലാണ്. ഇപ്പം നമ്മൾ ഈ പോസ്റ്ററുകൾ കാണുമ്പോൾ പണ്ട് ഇംഗ്ലീഷ് പേര് മലയാളത്തിലെങ്കിലും എഴുതിയിരുന്നു, ഇപ്പോൾ ഇംഗ്ലീഷിൽ തന്നെയാണ് ടൈറ്റിൽ. മലയാളം എന്നുള്ളത് ആ പോസ്റ്ററിൽ ഒരിടത്തും കാണാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മുടെ ബ്രിട്ടീഷുകാരുടെ കാലത്തേക്കാൾ കൂടുതലാണ് ഇന്ന് നമ്മുടെ ആ അഭിനിവേശം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതാണ് അന്നത്തെ കാലത്ത് ബ്രഹ്മസമാജത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ഉള്ളിൽ ആളുകളെ കിട്ടണമെങ്കിൽ, ചെറുപ്പക്കാരെ കിട്ടണമെങ്കിൽ ഇംഗ്ലീഷ് രീതിയിൽ തന്നെ ഈ ഈശ്വരീയമായ കാര്യങ്ങളെ ആംഗലേയ വൽക്കരണം നടത്തിയാൽ മാത്രമേ ആളെ കിട്ടുള്ളൂ. നരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരൊക്കെ അങ്ങനെയാണ് അവിടെ ചെല്ലുന്നത്. ഇപ്പോൾ മാസ്റ്റർ മഹാശയൻ ഭഗവാന്റെ അടുത്ത് വരുന്നത് വരെയും ഇംഗ്ലീഷുകാരൻ എന്നുള്ള നിലയിലാണ് അയാളുടെ ജീവിതമൊക്കെ. ഒരു ഇംഗ്ലീഷുകാരെ പോലെ ചിന്തിക്കുക, ഇംഗ്ലീഷുകാരെ പോലെ പ്രവർത്തിക്കുക, ഇതായിരുന്നു മാസ്റ്റർ മഹാശയൻ്റെയും ശൈലി. മാസ്റ്റർ മഹാശയൻ്റെ മാത്രമല്ല എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്തത്. അങ്ങനെ ചെയ്യാത്ത ആരും അന്നത്തെ കാലത്ത് ഭഗവാന്റെ അടുത്തെത്തി ആരും ഇതിൽ നിന്ന് വിഭിന്നമായി വന്ന ആരും തന്നെയില്ല. അല്പം വിദ്യാഭ്യാസവും ധനസ്ഥിതിയുമുള്ള എല്ലാവരും ഇങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ അതാണ് അന്നത്തെ സമൂഹത്തെ നമ്മൾ അങ്ങനെ വേണം കാണാൻ, ഒരു സായിപ്പായിട്ട് വേണം എല്ലാവരെയും കാണാൻ എന്നുള്ളത് നമ്മൾ ഓർക്കണം. അതാണ് ഇവിടെയും ബ്രഹ്മസമാജത്തിലെ ആചാര്യന്മാർ എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ്. അപ്പോൾ അതുപോലുള്ള 2 ആചാര്യന്മാരായിരുന്നു അമൃതലാൽ ബസുവും ചിരഞ്ജീവി ശർമ്മയും. അപ്പോൾ ഇതിനകത്ത് ഈ അമൃതലാൽ ബസു അദ്ദേഹം ഒരു ഗായകനാണ്. ഈ ബ്രഹ്മസമാജത്തിൻ്റെ ആരാധനാക്രമങ്ങളിൽ പാട്ടുപാടുകയുന്നതിന് കൂടെ ഈ സംഗീത ഉപകരണങ്ങൾ വായിക്കാൻ വളരെ പ്രാവീണ്യം നേടിയ ഒരാളാണ് അമൃതലാൽ ബസു. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ എപ്പോഴും അദ്ദേഹത്തോടൊപ്പമുള്ളൊരു സംഗീതോപകരണം എന്ന് പറയുന്നത് ഈ ഏകതാര എന്ന് പറയുന്ന ഈ ബംഗാളിൽ ബൗൾ ഗായകർ കൊണ്ടു നടക്കുന്ന ഒറ്റ കമ്പിയുള്ള ഒരു തരം ഈ ശ്രുതി മീട്ടുന്ന പോലെ, നമ്മൾ തമ്പുരു പോലെ മീട്ടുന്ന പോലെ ഈ ഒറ്റ കമ്പിയിലാണ് അവർ ആ ശ്രുതി മീട്ടുന്നത്. അതിൻ്റെ ഒറ്റ കമ്പിയിലാണ് അത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ തരത്തിൽ ഒറ്റക്കമ്പി കൊണ്ട് ഉണ്ടാക്കിയ ഒരു സംഗീത ഉപകരണമായ ഏക്താരയാണ് അമൃതലാൽ ബസുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗീത ഉപകരണം. അപ്പോൾ അത് മീട്ടിക്കൊണ്ടാണ് അദ്ദേഹം പാട്ടുപാടുക.
ചിരഞ്ജീവി ശർമ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ അമൃതാൽ ബസുവാണ് ഈ സംഗീതത്തിൻ്റെ ആൾ, അതായത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ. അതേസമയം ചിരഞ്ജീവി ശർമ്മ നല്ല ഗായകനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാട്ടായിട്ട് പറയുന്നത്, അതിൻ്റെ ഒരു മലയാള വെർഷൻ എഴുതിയിരിക്കുന്നത്, ചിതാകാശത്തിൽ പ്രേമചന്ദ്രൻ പൂർണ്ണമായി ഉദിച്ചല്ലോ. അതാണ് അതിലെ വരികൾ. ചിതാകാശത്തിൽ പ്രേമചന്ദ്രൻ പൂർണ്ണമായി ഉദിച്ചല്ലോ, പ്രേമസിന്ധു പൊങ്ങിയല്ലോ, എന്തൊരാനന്ദമാണ്. ഇതാണ് ആ മലയാള അർത്ഥം. ആ ഗാനത്തിൻ്റെ തുടക്കത്തിൻ്റെ മലയാള അർത്ഥം ഇതാണ്. ഇത് പാടുമ്പോൾ കൂടെ ഇത് ഓരോന്ന് പാടുമ്പോൾ, അതായത് ചിതാകാശത്തിൽ പ്രേമചന്ദ്രൻ പൂർണ്ണമായി ഉദിച്ചല്ലോ എന്ന് പാടുമ്പോൾ ആ കൂടെയുള്ളവരെല്ലാം കൂടെ പാടേണ്ടത് ജയദയാമയ 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 എന്നിങ്ങനെ 3 പ്രാവശ്യം ആവർത്തിച്ച് പാടണം. അത് കഴിയുമ്പോഴാണ് അടുത്ത വരി അദ്ദേഹം വീണ്ടും പാടുക. പ്രേമസിന്ധു പൊങ്ങിയല്ലോ എന്ന് പറയുമ്പോൾ വീണ്ടും ജയദയാമയ ജയദയാമയ എന്ന് ഏറ്റുപാടും. ഇതാണ് ആ ഗാനത്തിൻ്റെ ഒരു പ്രത്യേകത. ഈ ഗാനത്തെക്കുറിച്ച് പറയാൻ കാരണം, ശ്രീരാമകൃഷ്ണദേവന് ഈ ഗാനം വലിയ ഇഷ്ടമാണ്. അതാണ് ശ്രീരാമകൃഷ്ണദേവൻ ഈ ഗാനം കേൾക്കുമ്പോൾ പെട്ടെന്ന് ഭാവാവിഷ്ടനാവും. ഈ ബ്രഹ്മസമാജത്തിൻ്റെ സത്സംഗങ്ങളിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ ഈ പാട്ട് കേൾക്കുമ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ പെട്ടെന്ന് ഭാവാവിഷ്ടനാകുന്നത് ഈ പാട്ട് കേട്ടിട്ടാണ്. ഈ പാട്ട് കേട്ട് ഭാവാവിഷ്ടനായി കഴിഞ്ഞാൽ ഉടൻ തന്നെ അദ്ദേഹം നൃത്തം ചെയ്യാൻ തുടങ്ങും. ശ്രീരാമകൃഷ്ണദേവൻ നൃത്തം ചെയ്യാൻ തുടങ്ങും. അപ്പം അതാണ് ഈ പാട്ടിനോട് അദ്ദേഹത്തിനുള്ള വലിയൊരു താല്പര്യം. അപ്പോൾ ഈ ഭഗവാൻ നൃത്തം ചെയ്യുന്നതോടൊപ്പം മറ്റ് ബ്രഹ്മസമാജ അംഗങ്ങളും ചുറ്റും ഇങ്ങനെ വട്ടം കൂടി നിന്ന് നൃത്തം ചെയ്യും. ഇതാണ് അവിടുത്തെ ഈ സത്സംഗത്തിൽ ഈ ഗാനം പാടുമ്പോൾ സംഭവിക്കാറുള്ളത്. ഇതൊക്കെ ഈ ബ്രഹ്മസമാജക്കാരുടെ വീടുകളിൽ ഭഗവാൻ നിരന്തരം ഈ ബ്രഹ്മസമാജക്കാരുടെ വീടുകളിൽ സന്ദർശിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ ഈ 1-ാം വോള്യത്തിൻ്റെ ഏതാണ്ട് 7-8 ഭാഗങ്ങളിൽ എത്തുമ്പം ഇനി തുടർന്നുള്ള 1-2 ഭാഗങ്ങളും കൂടെ പരിശോധിക്കുമ്പോൾ ഈ 1-ാം ഭാഗത്തിൻ്റെ ആദ്യ ഘട്ടത്തിൽ മുഴുവനും നമ്മൾ വായിക്കുന്നത് ഈ ബ്രഹ്മസമാജം അംഗങ്ങളുമായിട്ടുള്ള ഭഗവാന്റെ സമ്പർക്കവും ആ സത്സംഗങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് പറയുന്നത്. അപ്പോൾ അതാണ് ഇവിടെയും ഇത് ഈ ഗാനത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് മാസ്റ്റർ മഹാശയൻ സൂചിപ്പിക്കാനുള്ളൊരു കാരണം അതാണ്. എന്നിട്ട് ചിരഞ്ജീവിയോട്, ഈ ഗാനം ചിരഞ്ജീവിയാണല്ലോ പാടുന്നത്, അപ്പോൾ ചിരഞ്ജീവിയോട് എന്നിട്ട് ഭഗവാൻ പറയും, നിങ്ങളുടെ ഈ പാട്ട് ആര് പാടി കേട്ടാലും ഞാൻ ഭാവാവിഷ്ടനാവും. അതാണ്, ഇത് ആര് പാടിയാലും മതി, അതാര് പാടിയാലും നമുക്ക് പെട്ടെന്ന് ഭഗവാൻ പറഞ്ഞു എനിക്ക് ആ ഭാവാവിഷ്ടനായിത്തീരും എന്ന് പറഞ്ഞു. എന്നിട്ട് മാത്രമല്ല, ഈ ഗാനത്തിൽ പറയുന്നത് പോലെ ഈ ഭാവാവിഷ്ടനാകാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പൂർണ്ണചന്ദ്രൻ ഉദിച്ചുയരുന്നു എന്നുള്ള ഒരു സ്റ്റാൻസ് അതിനകത്ത് ആ പാട്ടിൻ്റെ ചരണത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ കാണുന്നത് യഥാർത്ഥത്തിൽ ആ ചിതാകാശത്തിൽ പൂർണ്ണചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്നത് കാണുന്നത് കൊണ്ടാണ് ഈ ഭാവാവിഷ്ടനാകുന്നത്. ഈ സമാധിയവസ്ഥ വരുന്നത് ആ ആദ്യ ചരണത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ അതും ഭഗവാൻ നേരിട്ട് അനുഭവിക്കുകയാണ്. ചിതാകാശത്തിൽ പൂർണ്ണചന്ദ്രൻ ഉദിച്ചല്ലോ എന്ന് പറയുമ്പോൾ ആ പൂർണ്ണചന്ദ്രൻ ഉദിച്ചതായിട്ട് കാണുകയും പെട്ടെന്ന് ഭഗവാൻ സമാധിയവസ്ഥയിലാവുകയും ചെയ്യും. ഈ ആകാശത്ത്, നീല ആകാശത്ത് ഈ വെളുത്ത പ്രഭ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഭഗവാന് സമാധിയവസ്ഥ ഉണ്ടാകുന്നു എന്നുള്ളത് കുട്ടിക്കാലം മുതലേ നമ്മൾ അത് അങ്ങനെ നമ്മളത് വായിച്ചു വരുമ്പോൾ ഭഗവാന്റെ കഥയിൽ ജീവചരിത്രത്തിൽ തന്നെ സൂചിപ്പിക്കുന്നത്, നീലാകാശത്തിൽ കാർക്കൊണ്ട ആ ആകാശത്തിൽ വെളുത്ത നിറത്തിലുള്ള കൊറ്റികൾ പറന്നു പോകുന്നത് കണ്ടപ്പോഴാണ് ഭഗവാന് 2ാമത്തെ സമാധിയവസ്ഥ ഉണ്ടാകുന്നത്. ജീവിതത്തിൽ 2ാമതുണ്ടാകുന്ന സമാധിയവസ്ഥ ഈ കൊറ്റികൾ പറന്നു പോകുമ്പോൾ ആ കുട്ടിക്കാലത്ത്, അത് ഭഗവാന്റെ ചരിത്രത്തിൽ അത് വളരെ ഭംഗിയായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അതാണ് ഇവിടെയും പറയുന്നത്. ഈ ചിതാകാശത്തിൽ പൂർണ്ണചന്ദ്രൻ ഉദിച്ചല്ലോ എന്ന് പറയുമ്പോഴേക്കും ഭഗവാൻ ഭാവാവിഷ്ടനായി കഴിയും. എന്നിട്ട് ഇവർ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് കേശവചന്ദ്രസേനൻ്റെ അസുഖത്തെക്കുറിച്ച് സംസാരിക്കവെയാണ് ഇവർ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോഴാണ് പെട്ടെന്ന് രാഖാലിൻ്റെ ആ ഭാഗത്ത് വചനാമൃതത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കാണാം, രാഖാലിൻ്റെ അസുഖം ബാധിച്ച കാര്യം ശ്രീരാമകൃഷ്ണദേവൻ അവിടെ വെച്ചാണ് പറയുന്നത്. ഈ സന്ദർഭത്തിലാണ്
കേശവചന്ദ്രസേനൻ്റെ അസുഖബാധിതനായിരിക്കുന്ന ഒരു സന്ദർഭമാണ്. ഈ കൂടിക്കാഴ്ച കഴിഞ്ഞ് ഏകദേശം 9 മാസം കൂടെ കഴിയുമ്പോൾ കേശവചന്ദ്രസേനൻ നിര്യാതനാവുകയാണ്. അപ്പോൾ 9 മാസം കൂടെ ഇനി കേശവചന്ദ്രസേനൻ ജീവിച്ചിരിക്കുന്നുള്ളൂ. അപ്പോൾ അതാണ് ആ അസുഖബാധതയെക്കുറിച്ച് അന്ന് സംസാരിക്കാൻ കാരണം. അമൃതലാൽ ബസു ഭഗവാന്റെ ദിവ്യലീലയിൽ ഈ അമൃതലാൽ ബസുവിൻ്റെ ഒരു ഭഗവാനുമായിട്ടുള്ള ആ സമ്പർക്കം പരിശോധിക്കുകയാണെങ്കിൽ ഈ ഭഗവാന്റെ ഈ ദിവ്യലീലയിൽ ഏകദേശം 3-4 പ്രാവശ്യം മാത്രമാണ് പ്രത്യക്ഷപ്പെടുന്നത്. 3-4 പ്രാവശ്യം വരുന്നുണ്ട്. 3-4 പ്രാവശ്യം വരുന്നുള്ളൂ അമൃതലാൽ ബസു. അത് വളരെ പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിലാണ് അമൃതലാൽ ബസു വരുന്നത്. വളരെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ വചനാമൃതമായാലും ഭഗവാന്റെ ജീവചരിത്രം ആയാലും വായിച്ചാലും നമ്മുടെ മനസ്സിൽ തങ്ങുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില സന്ദർഭങ്ങളാണ്. അതിൽ അമൃതലാൽ ബസു ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ അത്രമാത്രം അമൃതലാൽ ബസു 3-4 പ്രാവശ്യമാണെങ്കിൽ പോലും സുപ്രധാനമായ ഒരു ഘട്ടത്തിലാണ് ഭഗവാൻ അമൃതലാൽ ബസുവിനെ കാണുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. അതിലൊന്ന് ഈ കേശവചന്ദ്രസേനനുമായിട്ട് ഭഗവാന്റെ അവസാനത്തെ കൂടിക്കാഴ്ച 1883 നവംബർ 28 ബുധൻ, വചനാമൃതത്തിൻ്റെ ഡേറ്റാണ്. അപ്പോൾ ആ തീയതിയിൽ വരുമ്പോൾ കേശവചന്ദ്രസേനൻ്റെ അസുഖം വളരെ കൂടുതലാണെന്ന് അറിഞ്ഞിട്ട് ഭഗവാൻ കേശവചന്ദ്രസേനെ കാണാൻ കേശവചന്ദ്രസേൻ്റെ വീട്ടിൽ പോകുന്നുണ്ട്. പിന്നെ 1 മാസം കൂടിയേ കേശവചന്ദ്രസേനൻ ജീവിച്ചിരിക്കുന്നുള്ളൂ. അപ്പോൾ അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിന് 1 മാസം മുമ്പാണ് 1883 നവംബർ 28 ജാനുവരി 1 ആയപ്പോഴേക്കും കേശവചന്ദ്രസേനൻ 1884 ജാനുവരി 1 ആയപ്പോഴേക്കും കേശവചന്ദ്രസേനൻ നിര്യാതനാകുകയാണ്. അപ്പോൾ ഈ നവംബർ 28 അപ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള ഈ 1 മാസത്തിന് നവംബർ 28 അപ്പോൾ 1 മാസം മുമ്പ്, കൃത്യം 1 മാസം മുമ്പ്, ആ 1 മാസം മുമ്പ് കേശവചന്ദ്രസേൻ്റെ വീട്ടിൽ പോകുമ്പോൾ കാണാൻ വന്നപ്പോൾ കേശവചന്ദ്രസേൻ്റെ മകനെ ഭഗവാൻ നേരിട്ട് കാണുന്നുണ്ട്. മൂത്ത മകനെ നേരിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇത് മൂത്ത മകനാണെന്ന് ശ്രീരാമകൃഷ്ണദേവനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നയാൾ അമൃതനാണ്. ഇത് കേശവചന്ദ്രസേൻ്റെ മകനാണ് എന്നും പറഞ്ഞ് ഭഗവാനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് അമൃതനാണ്. അപ്പോൾ എന്നിട്ട് പറഞ്ഞു, അമൃതൻ ഭഗവാനോട് പറഞ്ഞു, ഇതാണ് മൂത്ത മകൻ, അദ്ദേഹത്തിൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കണം എന്ന് ഭഗവാനോട് പറയും. അപ്പോൾ ഭഗവാൻ പറഞ്ഞ മറുപടി, എനിക്ക് അനുഗ്രഹിക്കാനാവില്ല എന്ന് പറഞ്ഞിട്ട് ആ മൂത്ത മകനെ തലോടുക മാത്രമാണ് ചെയ്തത്. അപ്പോൾ അമൃതൻ പറഞ്ഞു, എന്നാൽ തലോടിയാലും എന്ന് പറഞ്ഞ് അതിനു മുമ്പേ ഭഗവാൻ ആ മൂത്ത മകനെ തലോടുന്നുണ്ട്. അപ്പോൾ അമൃതൻ പറഞ്ഞു, എന്നാൽ തലോടിയാലും. അമൃതനുമായുള്ള കൂടിക്കാഴ്ചയിൽ പിന്നീട് പ്രധാനമായിട്ട് വരുന്നത് കാസിപ്പൂർ ഗാർഡനിൽ ഭഗവാൻ തൻ്റെ അന്ത്യനാളുകളിൽ വെച്ചാണ്. അവിടെ അമൃതൻ വീണ്ടും വരുന്നുണ്ട്. അത് അമൃതൻ വന്നതല്ല, ഭഗവാൻ മറ്റുള്ളവരോട് പറഞ്ഞു, എനിക്ക് അമൃതനെ അത്യാവശ്യമായിട്ട് കാണണം എന്ന് നിർബന്ധം പറഞ്ഞു. അങ്ങനെ ശ്രീരാമകൃഷ്ണദേവൻ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടാണ് അമൃതൻ വന്നത്. കാര്യം അമൃതന് കാസിപ്പൂർ ഗാർഡനിൽ വെച്ച് ഭഗവാനെ കാണാൻ വരാനുള്ള സാഹചര്യമില്ലായിരുന്നു. അത് അമൃതൻ തന്നെ പറയുന്നുണ്ട്. കാര്യം വളരെ ദൂരെയാണ്, അമൃതൻ്റെ താമസം കാസിപ്പൂർ ഗാർഡൻ്റെ ഭാഗത്തല്ല, കൽക്കട്ടയുടെ മറുവശത്താണ്. അപ്പോൾ അവിടുന്ന് അത്രയും ദൂരെ ഇവിടെ വരാനുള്ള ഒരു സാഹചര്യം അമൃതനില്ല. അതുകൊണ്ടാണ് അമൃതൻ വരാതിന്. മാത്രമല്ല അമൃതൻ അങ്ങനെ ഒരു ഡിവോട്ടിയൊന്നുമല്ല, ഈ ബ്രഹ്മസമാജത്തിൻ്റെ ഭാഗമായി വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളെന്നുള്ള നിലയിലാണ്. അതുകൊണ്ടായിരിക്കാം അത്തരം ഒരു അറ്റാച്ച്മെൻറ്റ് അമൃതൻ ഇത് ഒരിടത്തും പ്രകടിപ്പിച്ചിട്ടില്ല. എന്നാലും ഭഗവാനെ സംബന്ധിച്ചിടത്തോളം അമൃതനോട് അടങ്ങാത്ത വിധത്തിലുള്ള ഒരു ആഭിമുഖ്യം ഭഗവാൻ പുലർത്തിയിരുന്നു, ആ സ്നേഹം പുലർത്തിയിരുന്നു എന്ന് വളരെ അത്ഭുതകരമായിട്ട് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഒരു തരത്തിലും അമൃതൻ ഭഗവാനുമായിട്ട് അടുത്ത ആളല്ല. അമൃതൻ കേശവചന്ദ്രസേൻ്റെ ഭാഗമായി ബ്രഹ്മസമാജത്തിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാളെന്ന് മാത്രം. അതിൻ്റെ ഭാഗമായി എവിടെയെങ്കിലും
ബ്രഹ്മസമാജം അംഗങ്ങളുടെ വീടുകളിൽ ഭഗവാൻ വരുന്ന ചില സന്ദർഭങ്ങളിൽ മാത്രമാണ് അമൃതൻ വന്നിട്ടുള്ളൂ. അല്ലാതെ ഭഗവാനുമായിട്ട് നേരിട്ടുള്ള ഒരു സഖ്യത്തിൻ്റെ പുറത്തോ അല്ലെങ്കിൽ ഒരു സഹകരണത്തിൻ്റെ പുറത്തോ അല്ലെങ്കിൽ ഒരു ഭക്തിയുടെ പുറത്തോ ഒന്നും അമൃതൻ ഒരിടത്തും വന്നിട്ടില്ല. അതാണ് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം. അതാണ് ഭഗവാനെ സംബന്ധിച്ച് ഭഗവാൻ എത്രമാത്രമാണ് അങ്ങനെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നത്, അത് അവർ പോലും തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഭഗവാന്റെ ഒരു സ്നേഹപ്രകടനത്തിൻ്റെ ഏറ്റവും ഉദാത്തമായൊരു മാതൃകയായിട്ട് ഈ അമൃതനുമായിട്ടുള്ള ബന്ധം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അമൃതനെ കാശിപ്പൂർ ഗാർഡനിൽ ഭഗവാൻ വളരെ അവസാന നാളുകൾ, ഏറ്റവും അവസാന നാളുകളിലേക്ക്, അതാണ്ട് ഭഗവാൻ ദേഹത്യാഗത്തിന് വരുന്നതിന് കുറച്ച് മുമ്പ്, എനിക്ക് തോന്നുന്നു ഒരു 3-4 മാസം മുമ്പ്, വചനാമൃതം അവസാനിക്കാറാകുമ്പോൾ, വചനാമൃതത്തിൽ ഭഗവാന്റെ ആ ഭാഗം അവസാനിക്കാറാകുമ്പോൾ, മാസ്റ്റർ മഹാശയൻ എഴുതി അവസാനിപ്പിക്കുന്നതിന് തൊട്ട് മുമ്പ്, പിന്നീട് 3-4 മാസത്തേക്ക് അതിനകത്ത് എഴുതുന്നില്ല. അതുകൊണ്ട് അപ്പോൾ ഏതാണ്ട് 4 മാസത്തിന് മുമ്പായിട്ടാണ് അമൃതനെ കാണണമെന്ന് ഭഗവാൻ പറഞ്ഞിട്ട് അമൃതൻ കാശിപ്പൂരിൽ ഭഗവാനെ കാണാനായിട്ടൊരു സന്ധ്യാസമയത്താണ് വരുന്നത്. ശ്രീരാമകൃഷ്ണദേവൻ്റെ മുറിയിൽ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുറിയിൽ അദ്ദേഹത്തിൻ്റെ മുമ്പിലായിട്ട് ഒരു വാഴയിലയിൽ വില്വദളം, അതായത് കൂളപ്പൂവ്, കൂവളത്തില വില്വദളവും മുല്ലപ്പൂവും ചേർത്ത് കെട്ടിയ ഒരു മാല വാഴയിലയിൽ ഇങ്ങനെ മുന്നിൽ വച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മാല, ആ മുന്നിലിരിക്കുന്ന മാലയിലേക്ക് ഭഗവാൻ ഇങ്ങനെ കൈ നീട്ടി എത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഭഗവാൻ അങ്ങനെ ശാരീരിക അസ്വാസ്ഥ്യമുള്ളത് കൊണ്ട് അങ്ങനെ കുനിഞ്ഞ് അതെടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എങ്കിലും ഭഗവാൻ ആ മാല എടുക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് ഈ അമൃതൻ വന്ന് മുന്നിൽ നിൽക്കുമ്പോൾ. എന്നിട്ട് അപ്പോൾ അതെടുത്ത് സ്വന്തം കഴുത്തിലിടണം എന്ന ആഗ്രഹമാണ് ഭഗവാൻ, അതാണ് ഉദ്ദേശിക്കുന്നത് എന്ന് വിചാരിക്കുന്നു. അതായത് ആ മാല എടുത്ത് കഴുത്തിലിടുന്നതിനോ അല്ലെങ്കിൽ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തിനു വേണ്ടി ആ മാല എടുക്കുന്നു എന്നുള്ളത് മാത്രമാണ് അവിടെ പ്രകടമാകുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ, ഭഗവാൻ ഇങ്ങനെ പ്രയാസപ്പെടുന്നത് കണ്ടപ്പോൾ അമൃതൻ അതീവ സ്നേഹത്തിൻ്റെ സ്വരത്തിലാണ്, വളരെ അതീവ സ്നേഹത്തിൻ്റെ സ്വരമാണ് അവിടെ. ആ സ്നേഹത്തിൻ്റെ സ്വരത്തിൽ അമൃതൻ ഭഗവാനോട് ചോദിച്ചു, ഞാൻ ഈ മാല കഴുത്തിലിട്ട് തരട്ടെ എന്ന്. ആ ചോദ്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഭഗവാന്റെ അനുവാദമില്ലാതെ ആ മാല ഭഗവാന്റെ കഴുത്തിൽ അണിയിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഭഗവാനെ തൊടാൻ പറ്റില്ല. അപ്പോൾ ഭഗവാന്റെ അനുവാദം വേണം, എങ്കിൽ മാത്രമേ ഒരാൾക്ക് ഭഗവാനെ തൊടാനോ അല്ലെങ്കിൽ ഭഗവാനെ ഈ രീതിയിൽ അടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അത് അമൃതൻ അറിയാം. അതുകൊണ്ടാണ് അമൃതൻ ചോദിച്ചത്, ഞാൻ ഈ മാല എടുത്ത് കഴുത്തിൽ ഇട്ട് തരട്ടെ. അപ്പോൾ ഭഗവാൻ അത് സമ്മതമായിരുന്നു, സന്തോഷമായിരുന്നു. ശ്രീരാമകൃഷ്ണദേവൻ ആ മാല സ്വീകരിച്ചു. എന്നിട്ട് കുറേ നേരം അമൃതനുമായിട്ട് സംസാരിക്കുകയും ചെയ്തു. ഭഗവാന്റെ ഏറ്റവും വയ്യാത്തൊരു സാഹചര്യം കൂടിയാണ്, അധികം സംസാരത്തിലല്ല, ഈ സംഭാഷണം തീരെ ഇല്ലാത്തൊരു സമയമാണ് എന്നും കൂടെ ഓർക്കണം. എങ്കിലും അവർ തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ കുറച്ച് നേരം അവിടെ ഉണ്ടായി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നിട്ട് അമൃതനോട്, അപ്പോൾ അമൃതൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അമൃതൻ മടങ്ങിപ്പോകാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചു. അപ്പോൾ മടങ്ങിപ്പോകാൻ സമയമായപ്പോൾ ഭഗവാൻ അമൃതനോട് പറയുന്നുണ്ട്, നീ ഇവിടെ ഇനിയും വരണം എന്ന് പറയുന്നുണ്ട്. കാരണം ഇനി വരാൻ സമയമില്ല യഥാർത്ഥത്തിൽ. അപ്പോൾ എന്നിട്ടും ഭഗവാൻ പറയുന്നുണ്ട്, നീ ഇനിയും ഇവിടെ വരണം. അപ്പോഴാണ് അമൃതൻ പറഞ്ഞത്, എനിക്കങ്ങനെ എപ്പോഴും വരണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ ഞാൻ വളരെ ദൂരത്താണ്, കൽക്കട്ടയുടെ മറ്റേ ഭാഗത്താണ് താമസിക്കുന്നത്, അതുകൊണ്ടാണ് എനിക്ക് വരാൻ പറ്റാതെ പോകുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ നേരത്തെ ഇവിടെ ഒരു രസകരമായൊരു കാര്യം കൂടെ നമ്മൾ ഓർക്കണം. ഇതേപോലെ തന്നെയാണ് വിജയകൃഷ്ണ ഗോസ്വാമിയും പറഞ്ഞത് ഒരിക്കൽ. കാരണം വരാൻ വള്ളക്കൂലി കൊടുക്കാനോ അല്ലെങ്കിൽ വണ്ടിക്കൂലി കുതിരവണ്ടിക്ക് കൂലി കൊടുക്കാനോ ഒന്നും കയ്യിലില്ല, അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. നോക്കൂ, വിജയകൃഷ്ണ ഗോസ്വാമിയും ബ്രഹ്മസമാജത്തിൻ്റെ ആചാര്യനാണ്, അമൃതനും ആചാര്യനാണ്.
അപ്പോൾ ഈ അതാണ് ആചാര്യൻ എന്നുള്ളതിൻ്റെ ഒരു ഘടന ഏത് തരത്തിലാണ് അവർക്ക് അവരുടെ ഒരു അവസ്ഥ എന്ന് സൂചിപ്പിക്കുന്ന ഒരു ഭാഗം കൂടിയാണിത്. ഇവിടെയും അപ്പോൾ വിജയനോടും വിജയകൃഷ്ണ ഗോസ്വാമിയോടും ഭഗവാൻ പറഞ്ഞത് ഇവിടെ വരുന്നതിന് വേണ്ടിയുള്ള ചെലവ്, വണ്ടിക്കൂലി അത് ഞാൻ നിർവഹിച്ചോളാം, ഞാനത് മീറ്റ് ചെയ്തോളാം എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. എന്നിട്ടത് ബൽറാം ബസുവിനെ കൊണ്ട് കൊടുപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടത് കൊടുപ്പിക്കും. ഇവിടെ വന്നാൽ അതിൻ്റെ വരുന്ന വണ്ടിക്കൂലി ഞാൻ ഏറ്റു എന്ന് ഭഗവാൻ പറയുന്നുണ്ട് വിജയകൃഷ്ണ ഗോസ്വാമി. ഇതാണ് ഇവിടെ അമൃതനോടും പറഞ്ഞത്. നീ ഇവിടെ വരുമ്പോൾ വണ്ടിക്കൂലി ഇവിടെ നിന്ന് എടുത്തോ എന്നാണ്. ഇവിടെ എന്ന് പറയുന്നത് എന്നിൽ നിന്ന്, ഇവിടെ നിന്ന് ഭഗവാൻ അവിടെ സൂചിപ്പിച്ചത് എന്നിൽ നിന്ന്, എൻ്റെ കയ്യിൽ നിന്ന് നീ എടുത്തു, അല്ലെങ്കിൽ ഞാൻ തരാം എന്ന അർത്ഥത്തിലാണ്. അതുകൊണ്ട് വണ്ടിക്കൂലി ഞാൻ തരാം, നീ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരണം എന്ന് അമൃതനോട് പറയുന്നുണ്ട്. പക്ഷെ അമൃതൻ പിന്നീട് വരുന്നൊന്നുമില്ല. അപ്പം ഈ അമൃതനുമായിട്ടുള്ള ഭഗവാന്റെ ഒരു അടുപ്പം ഇതാണ്. അപ്പോൾ ഈ അടുപ്പത്തെക്കുറിച്ച് മനസ്സിൽ വെച്ചുകൊണ്ടായി നമ്മൾ ആ ഭാഗം ഈ പറഞ്ഞ അധ്യായത്തിലേക്ക് വായന തുടങ്ങുമ്പോൾ ദക്ഷിണേശ്വരത്ത് അമൃതനും ത്രൈലോക്യനും കൂടെ വന്ന ആ സമയത്ത് അവർ വന്നു എന്ന് പറയുന്ന ആ ഭാഗം വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഇത്രയും ചിത്രങ്ങൾ കടന്നു പോകണം. അപ്പോഴാണ് നമുക്ക് ആ ഭാഗത്തിൻ്റെ ഒരു ആസ്വാദ്യത നമുക്ക് കൂടുതൽ കിട്ടുക. അതുകൊണ്ടാണ് ഈ വചനാമൃതം നമ്മൾ പല ആവർത്തി അവിടെ നിന്നും ഇവിടെ നിന്നുമൊക്കെ വായിച്ച് ആ വചനാമൃതം ഏതൊക്കെ തരത്തിലാണോ നമ്മെ എവിടെയൊക്കെയാണോ നയിക്കുന്നത് ആ ഭാഗങ്ങളെല്ലാം നമുക്ക് എത്തിപ്പെടാൻ പറ്റിയാൽ ഇതിൻ്റെ വായനയുടെ ആ ഒരു സൗന്ദര്യം വളരെ വളരെ വർദ്ധിക്കും. അതിൻ്റെ ആ അനുഭൂതി, സൗന്ദര്യം എന്നല്ല പറയുന്നത്, അനുഭൂതി വളരെ വളരെ വർദ്ധിക്കും. ഇപ്പം ഈ ഭാഗത്ത് നമ്മൾ ഈ അമൃതനും ത്രൈലോക്യനും വന്നു എന്ന് പറയുമ്പോൾ അമൃതൻ എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ത്രൈലോക്യൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഇതെല്ലാം കൂടെ അങ്ങ് നിറയുമ്പോഴാണ് ആ സമാഗമത്തിൻ്റെ അനുഭൂതി നമുക്കും കിട്ടുന്നത്. അതിൻ്റെ ആ മുഴുവൻ ആഴത്തിൽ നമുക്ക് അനുഭൂതി അനുഭവേദ്യമാകുന്നത് ഈ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറിയൂടെ നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുമ്പോഴാണ്. അതാണിപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വന്നത്. ദക്ഷിണേശ്വരം കാളീക്ഷേത്രത്തിൽ അമൃതനും ത്രൈലോക്യനും തുടങ്ങിയ ഭക്തന്മാരുമായി ഭഗവാൻ സംസാരിച്ചിരിക്കുന്നതായിരുന്നു എന്ന് പറഞ്ഞ ആ ഭാഗം, നമ്മൾ വചനാമൃതത്തിൽ ഈ ഭാഗം അതായിരുന്നു നമ്മൾ പറഞ്ഞു നോക്കി വന്നത്. അപ്പോഴാണ് കാവിയുടുത്ത ഒരാൾ അവിടെ വരുന്നു എന്ന് പറയുന്നുണ്ട്. ഒരു കാവിയുടുത്ത ഒരാൾ വരുന്നുണ്ട്. അപ്പം കാവി വസ്ത്രത്തെക്കുറിച്ചായി പിന്നെ ചർച്ച. അപ്പോൾ കാവി ഉടുക്കുന്നതിനെക്കുറിച്ച് ഒരു ചർച്ച അവിടെ ഉടലെടുക്കുകയാണ്. കാരണം ഓരോ സന്ദർഭത്തിൽ ഓരോ ആളുകൾ വരുമ്പോൾ അവിടെ നടക്കുന്ന ഭഗവാനോടൊപ്പം ഉണ്ടാകുന്ന ആ ചർച്ച എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ അതിൻ്റെ ആധ്യാത്മികതയെ ഒരു പുസ്തകങ്ങൾ പേജുകൾ കണക്കാക്കി പഠിക്കാൻ പോയാൽ ഇതൊന്നും നമ്മുടെ ഉള്ളിൽ കയറില്ല, നമുക്കിതൊന്നും മനസ്സിലാവില്ല. പക്ഷെ ഇവിടെ നോക്കൂ, ഒരു നാടകീയമായ അവസ്ഥയെ പ്രകടിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ കാണിച്ചുകൊണ്ട് ചില ആളുകൾ വരുമ്പോൾ ഉണ്ടാകുന്ന സംഭാഷണത്തിൽ നിൽക്കുമ്പോൾ ആ സംഭാഷണം നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിറയുന്നത് അല്ലെങ്കിൽ നമുക്ക് ബോധ്യപ്പെടുന്നത് ഈ ആധ്യാത്മികമായ ആ ചുറ്റുപാടുകളെക്കുറിച്ചും ഉള്ള ഒരു വലിയ അറിവിലേക്ക് നമ്മെ നയിക്കുന്നു എന്നുള്ളത് അത് കൂടുതൽ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. ഇവിടെയാണ് കാവ്യ ഉടുത്ത് വന്ന ഒരാൾ അവിടെ വന്നു, തൊഴുതു, ഭഗവാനെ കണ്ടു എന്ന് പറയുന്നതോടുകൂടി കാവ്യവസ്ത്രത്തെക്കുറിച്ചായി അതിൻ്റെ ചർച്ച. എന്നിട്ട് പറയുന്നത് എന്താണ്? ഭഗവാൻ അവിടെ കാവ്യവസ്ത്രത്തെക്കുറിച്ച് ഭഗവാൻ ആ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഭഗവാൻ പറഞ്ഞത് എന്താണ്? മനസ്സിൽ ആസക്തിയുണ്ടെങ്കിൽ വെള്ളവസ്ത്രം ധരിക്കുന്നതാണ് നല്ലത്. അതാണ്. ഇപ്പം കാവി ഉടുത്തത് കൊണ്ട് ശരിയാവണമെന്നില്ല. ഇപ്പം കാവി ഉടുക്കുന്നതിനേക്കാൾ മനസ്സിൽ ആസക്തി വച്ചിട്ട് പിന്നെ കാവി ഉടുക്കരുത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആസക്തി മനസ്സിൽ നിലനിൽക്കുന്നു എങ്കിൽ അങ്ങനെയുള്ളവർ വെള്ളവസ്ത്രം തന്നെ ധരിക്കണം. അതാണ് ഭഗവാൻ പറഞ്ഞത്. എന്നിട്ട് ഭഗവാൻ പറയുന്നുണ്ട്, ഇവിടെ മനസ്സിൽ ആസക്തി വച്ചിട്ട്, മനസ്സിൽ മുഴുവൻ ആസക്തിയും ഈ ലോകത്തോടുള്ള നമ്മുടെ അഭിനിവേശമൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്, അത് ഒട്ടും അടങ്ങിയിട്ടില്ല. എന്നിട്ട് പുറമേ കാവി ഉടുക്കുന്നു, അത് ശരിയല്ല. അപ്പോൾ എന്നിട്ട് ഇതൊരു നാടകത്തിലെ വേഷമാണെങ്കിൽ പോലും ശരിയല്ല, നാടക അഭിനയമാണെങ്കിൽ പോലും ഇത് പാടില്ല എന്നാണ് ഭഗവാൻ പറഞ്ഞത്. ഒരു നാടകത്തിൽ നമ്മളൊരു കഥാപാത്രത്തെ സൃഷ്ടിക്കുമ്പോൾ ആ കഥാപാത്ര സൃഷ്ടിയിൽ പോലും ഇത് പാടില്ല. അപ്പോൾ എത്രമാത്രമാണ് നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ നമ്മുടെ ഓരോ ആക്ടിവിറ്റിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.
നമ്മൾ വളരെ ഇതൊരു നാടകമല്ലേ, അല്ലെങ്കിൽ നമ്മളൊരു ഒരു പാത്ര സൃഷ്ടിയല്ലേ, അല്ലെങ്കിൽ ഒരു കഥ പറയുന്നത്, ഒരു കഥ പോലും അങ്ങനെ പറയാൻ പാടില്ല. അത്രമേൽ വളരെ ഗൗരവപൂർവം വേണം ഈ വിഷയങ്ങളെ മനസ്സിലാക്കാനും സംസാരിക്കാനും ചർച്ച ചെയ്യാനും. വെറുതെ ചർച്ച ചെയ്യരുത്. ഇപ്പം ഇവിടെ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, ഇപ്പോൾ കാവി പലപ്പോഴും ഇത് വായിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ മനസ്സിൽ ഇതിങ്ങനെ കാണും. നമ്മൾ ധാരാളം പേർ ഈ കാവി മുണ്ട് ഈ ഉടുത്തുകൊണ്ട് നമ്മളിങ്ങനെ ലുങ്കിക്കൊക്കെ പകരം കാവ്യമുണ്ടാക്കി നടക്കുന്ന ആളുകളുണ്ട്. ഒരിക്കലും കാവ്യമുണ്ട് അങ്ങനെ ഉപയോഗിക്കേണ്ടതല്ല, അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് വചനാമൃത വായന നടത്തുകയും ഭഗവാന്റെ വാക്കുകൾ വായിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ കാണും. അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഭയം വരും ആ കാവ്യമുണ്ടിന്. പക്ഷെ അത് വളരെ ലാഘവത്തോടു കൂടിയാണ് ഇന്ന് ആളുകൾ കാവ്യമുണ്ട്, കടകളിലെല്ലാം ധാരാളം കാവ്യമുണ്ട് വിൽക്കാൻ കിട്ടും. ശബരിമലയ്ക്ക് പോകുമ്പോൾ പോലും കറുപ്പുമുണ്ടാണ് ഉടുക്കേണ്ടതെങ്കിലും കാവ്യമുണ്ടാണ് പലരും കൂടുതൽ ഉടുക്കുക. കാര്യം വെച്ചാൽ അത് പിന്നെ കറുപ്പുമുണ്ടാകുമ്പോൾ പിന്നെ ഉടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് പകരം കാവ്യമുണ്ട് മേടിക്കും. അപ്പോൾ കാവ്യമുണ്ട് പിന്നെയും നമ്മുടെ നിത്യജീവിതത്തിൽ കാവ്യമുണ്ട് എടുത്തുകൊണ്ട് പോകണം. ഒരിക്കലും അങ്ങനെ ചെയ്യരുത് എന്ന്. അപ്പോൾ ഇത് കാണുമ്പോഴെല്ലാം ഈ ഭാഗം വചനാമൃതത്തിൽ നമ്മൾ ഈ വായിച്ച ഭാഗം പെട്ടെന്ന് ആര് കാവ്യമുണ്ട് എടുത്ത് കണ്ടാലും ഇത് പെട്ടെന്ന് ഇത് ഓർമ്മ വരും. ഭഗവാൻ ഈ പറഞ്ഞത് വെള്ളമുണ്ടാണ് നല്ലത് എന്ന് ഭഗവാൻ പറയുന്നത്. അപ്പോൾ നാടകത്തിലാണെങ്കിൽ പോലും ഇത് ഇങ്ങനെ ഈ തരം ഇത് പാടില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ആ സമയത്താണ് കേശവചന്ദ്രസേനൻ്റെ ചില നാടകങ്ങളെക്കുറിച്ചുള്ള ഒരു വിഷയം, അതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച അവിടെ വീണ്ടും വരുന്നുണ്ട്. ഈ ഭാഗത്ത് വീണ്ടും ഒരു ചർച്ച വരുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു കേശവൻ്റെ മുഖസ്തുതിക്കാരായ കുറേ പേർ കേശവൻ. അപ്പോൾ ഇത് നോക്കി, ഈ ചർച്ചയ്ക്ക് ശേഷം ഏതാണ്ട് 1 മാസം കഷ്ടിച്ചാണ് കേശവൻ പിന്നെ ജീവിക്കുന്നുള്ളൂ. അപ്പോൾ കേശവനെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ കേശവൻ്റെ അനുയായികളായ ഈ അമൃതനുമൊക്കെ വളരെ അടുത്ത അനുയായികളായതുകൊണ്ട് അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുകയാണ് ഭഗവാൻ. അപ്പോൾ പറഞ്ഞത് എന്താ വെച്ചാൽ കേശവനെ പറ്റിയ ഏറ്റവും വലിയൊരു കുഴപ്പം എന്തെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളൊക്കെ കൊള്ളാം, പക്ഷേ ഏറ്റവും വലിയൊരു കുഴപ്പം ഈ കേശവൻ്റെ ചുറ്റുപാടും കുറേ മുഖസ്തുതിക്കാരുണ്ട്. ഇവർ പറയുന്നതാണ് കേശവൻ കേട്ട് ഒരു വല്ലാത്ത അവസ്ഥയിലാവും. അത് എല്ലാ നോക്കൂ, ഇവിടെ നവവിധാൻ്റെ നേതൃത്വ നിലയിൽ നിൽക്കുന്ന കേശവൻ എന്ന് പറയുമ്പോൾ നമ്മളിൽ പൊതുവെ ഇത്തരം രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിൽ നിൽക്കുന്ന മുഴുവൻ പേരുടെയും നേതൃത്വത്തിൻ്റെ ഒരു ചിത്രം നമ്മുടെ മനസ്സിലേക്ക് കയറി വരും. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഭഗവാൻ പറഞ്ഞ അതാണ് ഈ വചനാമൃത വായന നമ്മെ കൂടുതൽ ഉത്ബുദ്ധരാക്കുന്നത് ഇത്തരം കൊച്ചു കൊച്ചു സെൻറ്റൻസുകളിലാണ്. നമുക്ക് ചുറ്റും നിൽക്കുന്നവരുടെ മുഖസ്തുതി കേട്ട് നമ്മെ മറക്കുന്നു. ഇതിപ്പോഴും എപ്പോഴും മനുഷ്യകുലമുള്ളിടത്തോളം കാലം ഇത് സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാര്യം ഈ മുഖസ്തുതിക്കാർ ചുറ്റും നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ ലോകം എന്താണെന്ന് ഈ ആൾ അറിയാനേ പോകുന്നില്ല. അത്ഭുതം തോന്നും. വളരെ വിദ്യാഭ്യാസമുള്ളവരാണ്, ധാരാളം പുസ്തക വായനയും ജ്ഞാനവുമുള്ളവരാണ്, ലോക പരിചയമുള്ളവരാണ്. എന്നിട്ടും സംഭവിക്കുന്നത് എന്താണ്? ചുറ്റും നിൽക്കുന്ന കുറേ മുഖസ്തുതിക്കാർ നിന്ന് കുറേ കാര്യങ്ങൾ പറയുന്നതോടുകൂടി ഇയാൾ അന്ധനായി പോവുകയാണ്. ഈ മുഖസ്തുതിക്കാരുടെ വലയത്തിന് പുറത്ത് നിൽക്കുന്നവർക്ക് വ്യക്തമായി മനസ്സിലാകുന്നുണ്ട് ഇയാൾ അപകടത്തിലേക്കാണ് പോകുന്നത്. പക്ഷേ ഇയാൾക്കത് പറ്റുന്നില്ല. ഇയാൾ എത്ര വലിയ ആഴത്തിൽ ജ്ഞാനിയാണെങ്കിൽ പോലും, എത്ര വലിയ നേതാവാണെങ്കിൽ പോലും ഇയാളെ അന്ധത ബാധിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഈ ചുറ്റും നിൽക്കുന്ന മുഖസ്തുതിക്കാരാണ്. അതാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞത്. കേശവൻ്റെ ചുറ്റും കുറേ പേർ ചുറ്റുമുണ്ട്. അവർ പറയുന്നത് കേശവൻ കലികാലത്തിലെ ചൈതന്യപ്രഭു മഹാപ്രഭുവാണെന്നാണ്. അതിൽ അങ്ങോട്ടിനും ഒരാളില്ല. ചൈതന്യ മഹാപ്രഭു എന്ന് പറഞ്ഞാൽ പിന്നെ അതിന് മുകളിലേക്ക് പറയാൻ ഇനി ആളില്ല. അത്ര മുകളിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞു. അപ്പോൾ നോക്കണം, ഒരു മുഖസ്തുതിയുടെ പോണ പോക്കേ എന്തെങ്കിലും ഒരു സാങ്കത്യം അത് കേൾക്കുമ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു അതിനൊരു ഇത് തോന്നണ്ടേ. അപ്പോൾ ഭഗവാൻ പറഞ്ഞ ചൈതന്യ മഹാപ്രഭുവിനോടാണ് കേശവചന്ദ്രസേനെ ഉപമിക്കുന്നത്. അപ്പം അത് ഭഗവാന്റെ സാന്നിധ്യത്തിലാണ് അവർ ഇത് പറഞ്ഞത്. അതാണ് ഭഗവാൻ നേരിട്ട് കേട്ട കാര്യമായി പറഞ്ഞത്. ചൈതന്യ മഹാപ്രഭുവിൻ്റെ കലികാലത്തിലെ ചൈതന്യ മഹാപ്രഭുവാണ് എന്ന് കേശവനെ പ്രകീർത്തിക്കുകയാണ് ഈ ചുറ്റും നിൽക്കുന്നവർ ഭഗവാന്റെ സാന്നിധ്യത്തിൽ. അപ്പം അത് കേശവൻ എന്തായാലും അത് കേട്ടപ്പോൾ അല്പം ജാള്യത തോന്നി, ഭഗവാൻ നിന്നതുകൊണ്ട്. അങ്ങനെയാണ്, നമ്മളെക്കാൾ കുറച്ച് മഹത്വമുള്ളവർ നമ്മളോടൊപ്പം നിൽക്കുമ്പോൾ നമ്മെ ആരെങ്കിലും പ്രകീർത്തിച്ചാൽ നമുക്കൊരു ജാള്യത വരും. കാര്യം
ആ ആളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഇത് കേൾക്കേണ്ടി വരിക എന്ന് പറയുന്നതിൽ പരം വലിയൊരു ദുരന്തമായ അവസ്ഥ വേറെ വരാനില്ല. അപ്പോൾ ഭഗവാന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിൻ്റെ അവതാരമാണ് അടുത്ത് നിൽക്കുന്നത്. കേശവന് നന്നായിട്ടറിയാം. മറ്റാരേക്കാളും കൂടുതൽ കേശവന് നന്നായിട്ട് അറിയാവുന്നതാണത്. കേശവനും ഭഗവാനും തമ്മിലുള്ള ബന്ധം അത്രമേൽ സൗഹൃദ ബന്ധമുള്ളവരാണവർ. ഭഗവാന് ഈ അവതാര ലീലയിൽ സൗഹൃദ ബന്ധമുള്ള ഒരേ ഒരാളാണ് കേശവൻ. മറ്റാരുമായിട്ട് ഈ സൗഹൃദ ബന്ധമില്ല. അപ്പം അത്രയും സുഹൃത്തുക്കളാണിവർ. അതുകൊണ്ട് കേശവചന്ദ്രസേൻ ഈ പ്രകീർത്തിച്ചത് കേൾക്കുമ്പോൾ കേശവചന്ദ്രസേൻ അറിയാം ഇതൊരു വല്ലാത്തൊരു ജാള്യത അനുഭവപ്പെടുന്നുണ്ടെന്ന്. അതുകൊണ്ട് കേശവചന്ദ്രസേനൻ ഈ പ്രകീർത്തിച്ചവരോട് പറഞ്ഞത് അപ്പോൾ ഇദ്ദേഹം ആരാണ് എന്ന് ചോദിച്ചു. ഭഗവാനെ ചൂണ്ടിക്കുക. ഇത് ശ്രീരാമകൃഷ്ണദേവൻ വിവരിക്കുകയാണ്. ഈ നമ്മുടെ ഇവരോട് ബ്രഹ്മസമാജ അംഗങ്ങളും എല്ലാം കൂടെ വന്നപ്പോൾ അവരോട് വിവരിക്കുന്നതാണ് ഈ ഭാഗം. അപ്പോൾ അന്ന് കേശവൻ ഈ ചുറ്റും നിന്ന് പ്രകീർത്തിച്ചവരോട് ചോദിച്ചു, അപ്പോൾ ഇദ്ദേഹം ആരാണ്? അതിന് ഭഗവാൻ നല്ലൊരു മറുപടിയാണ് അപ്പോൾ കൊടുക്കുന്നതായിട്ട് പറയുന്നത്. അപ്പോൾ കേശവൻ്റെ ദാസൻ്റെ പാദരേണുവാണെന്നാണ് പറഞ്ഞത്. കേശവൻ്റെ പാദരേണു എന്ന് മാത്രമല്ല, കേശവൻ്റെ ദാസൻ്റെ പാദരേണുവാണ് ഞാൻ എന്നാണ് ശ്രീരാമകൃഷ്ണദേവൻ അന്ന് സ്വയം പറഞ്ഞത്. അപ്പോൾ ഇതിൽ പരം കേശവചന്ദ്രസേനെ ഇനി കളിയാക്കാൻ മറ്റൊരു മാർഗം വേറെ ഒന്നും വേണ്ട. അപ്പോൾ അത് ഭഗവാൻ എത്ര കൃത്യമായിട്ടാണ് അത് അവിടെ അങ്ങനെ അത് ഇവിടെ അമൃതനുമായിട്ട് പങ്കുവച്ചു എന്ന് മാത്രം. അമൃതനുമായിട്ട് ഇവിടുത്തെ സംഭാഷണം അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പ് ആ ഒരു കൂടിക്കാഴ്ചയിൽ അമൃതനുമായിട്ടുള്ള സംഭാഷണം അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് അമൃതൻ ഭഗവാനോട്, ഇവിടെ ബ്രഹ്മസമാജ അംഗങ്ങളോട് ഭഗവാൻ തൻ്റെ ആധ്യാത്മിക വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് ഈ ഭാഗത്ത്. ഈ ഭാഗമല്ല, അടുത്ത് ഇനി വരാൻ പോകുന്ന അധ്യായങ്ങളിലും എല്ലാം തന്നെ തുടർച്ചയായി ബ്രഹ്മസമാജം അംഗങ്ങളോടുള്ള അതിതീവ്രമായ ചർച്ചയുടെ കുറേ ഭാഗങ്ങൾ നമുക്ക് കാണാം. ഭഗവാൻ എങ്ങനെയാണ് അവരുടേതായ ഒരു മാർഗത്തിൽ നിന്ന് യഥാർത്ഥത്തിൽ ഭഗവാൻ ആഗ്രഹിക്കുന്ന തരത്തിൽ അവരെ, അതായത് നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ആ വർഷിപ്പ്, ഈ വെസ്റ്റേൺ കൾച്ചറിലുള്ള അവരുടെ ആ വർഷിപ്പിൽ നിന്ന് ഭാരതീയമായൊരവസ്ഥയിലേക്ക് അവരെ നയിക്കുന്നതിൻ്റെ ഓരോരോ പടിപടിയായി വരുന്നതാണ് വചനാമൃതത്തിൽ. ഈ ഭാഗം മുതൽ അങ്ങോട്ട് നമുക്ക് തുടർച്ചയായിട്ട് വരുന്ന കുറേ അധ്യായങ്ങൾ നിരന്തരം കാണാം. അപ്പോൾ ഭഗവാനോട് അമൃതൻ ചോദിച്ചത്, ഭഗവാന്റെ ഈ സമാധിയവസ്ഥ അമൃതൻ കാണുന്നുണ്ടല്ലോ. കാര്യം നേരത്തെ ആ ബ്രഹ്മസമാജാംഗങ്ങളുടെ ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ ഭഗവാൻ സമാധി അവസ്ഥ വരും. അപ്പോൾ ഈ സമാധി അവസ്ഥയെക്കുറിച്ച് അമൃതൻ ഒരു സംശയം ചോദിക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഈ സമാധി അവസ്ഥയിൽ അങ്ങക്ക് എന്ത് തരം ബോധമാണുള്ളത്? അതായത് സമാധി അവസ്ഥയിൽ ഒരു ബോധം നിലനിൽക്കുന്നുണ്ട്, അബോധാവസ്ഥയല്ല. അങ്ങനെയാണെങ്കിൽ അതെന്ത് തരം ബോധമാണ്? വളരെ അമൃതൻ സാധാരണ മറ്റ് പല ഭക്തന്മാരുടെയും ചോദ്യങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് പലതും കണ്ടു. വളരെ ഉപരിപ്ലവമായ ചോദ്യങ്ങളാണെങ്കിൽ പോലും ഭഗവാന്റെ ഉത്തരം വളരെ ഗഹനമായ, അതിൻ്റെ അതിതീവ്രമായ തരത്തിൽ അതിനെ വർണ്ണിക്കുന്ന തരത്തിൽ ഭഗവാന്റെ ഉത്തരമാണ് അവിടെ ഏറ്റവും വലുത്. ചോദ്യം വളരെ ഒരു നിഷ്പ്രയോജനപ്പെട്ട ചോദ്യങ്ങളാണ് പലയിടത്തും നമ്മൾ കേട്ടിട്ടുള്ളത്. പലരുടെയും പല ഭക്തന്മാരും ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്ന പല ചോദ്യങ്ങളും വളരെ വായിക്കുന്ന നമുക്ക് പോലും, നമ്മൾ ഈ വചനാമൃതം പൂർണ്ണമായി വായിക്കുന്നതുകൊണ്ടാണ്, അപ്പോൾ വായിക്കുന്ന നമുക്ക് തോന്നും എന്ത് ബാലിശമായ ചോദ്യം എന്നൊക്കെ നമുക്കും തോന്നാം. പക്ഷേ ഭഗവാന്റെ ഉത്തരം ഒരു ബാലിശമായ ചോദ്യങ്ങളോടും ഭഗവാൻ ആ തരത്തിലല്ല പ്രതികരിക്കും. നമ്മളിപ്പോൾ പലരെയും കണ്ടിട്ടുണ്ട്, ആ ചോദ്യത്തിന് വലിയ വാല്യൂ ഇല്ലെങ്കിൽ അത് പുച്ഛിച്ച് തള്ളുന്ന ഒരു രീതിയാണ് പല ജ്ഞാനികളായ ആളുകൾക്കും ഉള്ളത്. പക്ഷെ ഭഗവാൻ അങ്ങനെ ഒരിക്കലും ചെയ്തിട്ടില്ല. ഏറ്റവും ലളിതമായ അല്ലെങ്കിൽ വളരെ ബാലിശമെന്ന് തോന്നിപ്പിക്കാവുന്ന ഏതൊരു ചെറിയ ചോദ്യങ്ങൾക്ക് പോലും ചിലപ്പോൾ ആ ചോദ്യത്തിനായിരിക്കും ഭഗവാൻ ഏറ്റവും വലിയൊരു ഉത്തരം നൽകുന്നത്. അതിഗംഭീരമായൊരു വിവരണം ഭഗവാൻ നൽകുന്നത് ആ ഒരു ചോദ്യത്തിനായി. അങ്ങനെ വരുന്ന ഒരുപാട് ഭാഗങ്ങൾ ഇതിനു മുമ്പ് നമ്മളിതിനകത്ത് ഭഗവാന്റെ ആ സംഭാഷണത്തിനിടയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ അമൃതനെ സംബന്ധിച്ച് അമൃതൻ അങ്ങനെ ഒരു ബാലിശമായ ചോദ്യമല്ല. ശരിയായ ആ ചോദ്യം, ഒരുപക്ഷെ ആ ചോദ്യം അമൃതൻ ചോദിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിലും ആ അവസ്ഥയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് എന്ന് തോന്നിപ്പോവും. അതുകൊണ്ടാണ് അമൃത അങ്ങ് സമാധിയാവസ്ഥ എന്ന് പറയുമ്പോൾ അബോധാവസ്ഥയല്ല, അബോധാവസ്ഥയ്ക്കല്ലല്ലോ ആ സമാധിയാവസ്ഥ എന്നുണ്ട്. അപ്പോൾ ആ ഒരു
സമാധി അവസ്ഥയിലേക്ക് എത്തുമ്പോൾ എന്തു ബോധമാണ് അപ്പോൾ ഉള്ളിലുള്ളത്? ഇതാണ് ചോദ്യം. ഭഗവാൻ അത് വല്ലാത്ത ഒരു ചോദ്യമാണെങ്കിൽ പോലും ഇവിടെ ഭഗവാന്റെ ഉത്തരം വളരെ ലളിതമായിട്ട് ഭഗവാൻ ഉത്തരം പറഞ്ഞു. ലളിതമെന്ന് വെച്ചാൽ ആ അവതരണം ലളിതമാണ്, ഉത്തരം ലളിതമല്ല, അവതരണം ലളിതമായിരുന്നു. അപ്പോൾ വളരെ അമൃതൻ അത് കുറെ കൂടെ ഡീറ്റെയിൽ ആയിട്ടാണ് ആ ചോദ്യത്തിലേക്ക് പോയിട്ട് അതിൻ്റെ ഒരു രണ്ടാം ഭാഗമുണ്ട്. ആ ചോദ്യത്തിൻ്റെ രണ്ടാം ഭാഗം വരുന്നത് അഹം അല്പം പോലും കാണില്ലേ എന്ന് ചോദിക്കും. ഈ അബോധാവസ്ഥയിൽ ആ സമാധി അവസ്ഥയിൽ അങ്ങക്ക് എന്ത് തരം ബോധമാണ് ഉള്ളത് എന്ന് ചോദിച്ചിട്ട് അങ്ങനെയുള്ള അവസ്ഥയിൽ അഹം നിലനിൽക്കുന്നുണ്ടോ, അല്പമെങ്കിലും അഹം നിലനിൽക്കുന്നുണ്ടോ എന്നാണ് അമൃതൻ്റെ ചോദ്യം. അപ്പോൾ അതിനാണ് ഭഗവാൻ പറഞ്ഞ ശ്രദ്ധേയമായ മറുപടി, നമുക്ക് ഏതൊരു തരം ഭാവമുണ്ടായാലും ശ്രദ്ധിക്കുന്നത്. ഇത് വളരെ രസകരമാണ്. ആ ഉത്തരം ഇത്രയും മനോഹരമായിട്ട് ആ ഉത്തരം വായിച്ച് എന്നെ സംബന്ധിച്ച് എനിക്ക് വല്ലാത്തൊരു അനുഭൂതി ഉണ്ടാക്കിയ ഉത്തരമാണിത്. ഇവിടെ എന്താണ് പറഞ്ഞത് ഭഗവാൻ? നമ്മൾ ഏതെങ്കിലും ഒരു ഭാവം അനുഭവിക്കുക. അതിപ്പോൾ സമാധി അവസ്ഥയായാലും ഏതൊരു ഭാവമായാലും, ഏത് ആനന്ദമായാലും ദുഃഖമായാലും അല്ലെങ്കിൽ ഏത് തരം ഭാവം ആയിക്കോട്ടെ, ഏത് തരം വൈകാരികമായ ഭാവമായിട്ട് നമ്മളത് അനുഭവിക്കണമെങ്കിൽ അതിന് ആ അനുഭവിക്കുന്നതിൻ്റെ കാരണം, നമ്മളൊരു ദുഃഖം അനുഭവിക്കുന്ന, അല്ലെങ്കിൽ നമ്മളൊരു സന്തോഷം അനുഭവിക്കുന്ന, അല്ലെങ്കിൽ നമ്മളൊരു ആനന്ദം അനുഭവിക്കുന്ന, അല്ലെങ്കിൽ ഒരു അനുഭൂതി ഉണ്ടാകുന്നത് അനുഭവിക്കുന്നത്, അതിന് കാരണം അവിടെ ഞാനെന്നും നീയെന്നും പറഞ്ഞ രണ്ട് ദ്വന്ദ്വങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ്. രണ്ട് ദ്വന്ദ്വങ്ങൾ ഉണ്ടെങ്കിലേ അനുഭവമുള്ളൂ. എന്ന് വെച്ചാൽ ഈ അനുഭവിക്കുന്ന ആളും അനുഭവേദ്യമായ വസ്തുവും രണ്ടും നിലനിൽക്കുന്നെങ്കിൽ മാത്രമേ ഈ അനുഭൂതി ഉണ്ടാവുകയുള്ളൂ. ഇതിലേതെങ്കിലും ഒരെണ്ണമാണെങ്കിൽ അനുഭൂതി ഉണ്ടാവില്ല, അനുഭവിക്കാൻ പറ്റില്ല. സന്തോഷം എന്ന് പറയുമ്പോൾ ഈ സന്തോഷം എന്ന് പറയുന്നത് ഒരു തലം, ഇത് അനുഭവിക്കുന്ന തലം മറ്റൊന്ന്. അപ്പോൾ രണ്ടുണ്ട് അവിടെ. അപ്പോൾ ഈ രണ്ട് തലങ്ങളുണ്ടെങ്കിലേ ഈ അനുഭൂതി ഉണ്ടാവുകയുള്ളൂ. ഈ വൈകാരികത അനുഭവേദ്യമാവുകയുള്ളൂ. അതായത് അതിനെ കുറച്ചുകൂടെ ഡീറ്റെയിലിങ്ങിലേക്ക് പോകുന്നത്, ദൃശ്യവും ദൃഷ്ടാവും പോലെ കാണാനൊരു കാഴ്ചക്കാരനുള്ളപ്പോഴാണ് കാഴ്ചയ്ക്ക് പ്രസക്തി. കാഴ്ചയും രണ്ട് ആയിട്ട് നിൽക്കുമ്പോഴാണ് കാഴ്ചക്കാരൻ കാഴ്ചയുടെ ഭംഗി ആസ്വദിക്കുന്നത്. അതുപോലെ ശ്രുതിയും ശ്രോതാവും. ഒരാൾ പറയുന്നത് കേൾക്കും, അല്ലെങ്കിൽ ഒരു കേൾവി കേൾക്കുന്നതും കേൾവി അനുഭവിക്കുന്നതുമായ ആൾ. ഈ രണ്ടവസ്ഥയിൽ നിൽക്കുമ്പോൾ മാത്രമാണ് ഈ ഭാവം നിലനിൽക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ്. രണ്ടിൽ ഒന്ന് മാത്രമാണ് ഉള്ളതെങ്കിൽ ദൃശ്യത്തെ വ്യാഖ്യാനിച്ചു തരാൻ ആളില്ലാതായി പോകും. ഇതിലേതെങ്കിലും ഒന്നേ നിലനിൽക്കുന്നുള്ളൂ എങ്കിൽ എന്താണോ അനുഭവിക്കുന്നത് അത് പറഞ്ഞു തരാൻ ആളില്ലാതായി പോകും. അവിടെയാണ് ഭഗവാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കേട്ടാൽ ആ കേട്ടത് എന്താണെന്ന് പറഞ്ഞു തരാൻ ഒരാൾ വേണം. അപ്പോൾ അവിടെ ദ്വന്ദ്വമുണ്ട്. അപ്പോൾ ഈ രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ ഇത് അനുഭവിക്കാൻ പറ്റുള്ളൂ. അതിനാണ് ഭഗവാൻ വളരെ ലളിതമായ ഒരു ഉദാഹരണം പറഞ്ഞത്, കടലിൻ്റെ ആഴമളക്കാൻ പോയ ഉപ്പുവാവയെക്കുറിച്ച്. ഉപ്പുപാവ മടങ്ങി വന്നെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ കടലിൻ്റെ ആഴമളക്കാൻ പോകുന്ന ആളോ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, ആ അളക്കാൻ പോകുന്ന മാധ്യമം മടങ്ങി വന്നാൽ മാത്രമേ ആ ആഴത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്താൻ പറ്റൂ. പക്ഷെ ഉപ്പുവാവയെ സംബന്ധിക്കുന്നത് അതിൽ ആ കടലാഴത്തിൽ തന്നെ അങ്ങ് ലയിച്ചു പോയി. അപ്പോൾ പോയ ആളും ആഴവും ഒന്നായിപ്പോയി, രണ്ടും ഒന്നായി തീർന്നു. അപ്പോൾ പിന്നെ ആരാണ് ആഴം പറഞ്ഞു തരാനുള്ളത്? ഇതാണ് ഭഗവാൻ പറഞ്ഞു കൊടുത്തത്, നമ്മൾ അമൃതനോട് പറഞ്ഞത്. ഈ ബോധം എന്ന് പറയുന്നത് നമുക്ക് ഈ രണ്ട് തരം ഭാവങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഈ ബോധം അനുഭവേദ്യമാകുന്നത്. ഈ രണ്ട് തരം ഭാവം അനുഭവിക്കുന്നതിൽ നമ്മൾ പൂർണ്ണമായും അതായി മാറുന്നു. അതായി മാറിക്കഴിഞ്ഞാൽ പിന്നെ വേറൊന്നുമില്ല. പിന്നെ ആ അവസ്ഥയിൽ അങ്ങ് ലയിച്ച് ചേരുകയാണ് ചെയ്യുന്നത് എന്ന് ഭഗവാൻ പറയുകയാണ്. ഇനി ചിലപ്പോൾ ഇതിൽ അനുഭവിക്കുന്നയാളെ അല്ലെങ്കിൽ അഹത്തെ ഇല്ലാതാക്കും ഈശ്വരൻ. അതാണ് നിർവികൽപ്പ സമാധി.
ഈ സമാധി അവസ്ഥ, നിർവികൽപ്പ സമാധി എന്ന് പറയുന്നത് ഇത് അനുഭവിക്കുന്ന ആളില്ലാതാകുകയാണ് ചെയ്യുന്നത്. ആ അനുഭവിക്കുന്നത് ആരാണോ ആ ആളില്ലാതാകുന്നു. അതാണ് നിർവികൽപ്പ സമാധി എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, അമൃതന് പറഞ്ഞു കൊടുക്കുകയാണ് ഭഗവാൻ. എന്നിട്ട് ഈ നിർവികൽപ്പ സമാധി അഥവാ ജഡസമാധി എന്നൊക്കെ പറയുന്നത് ഈ അവസ്ഥയാണെന്ന് ഭഗവാൻ അമൃതന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇവിടെ അനുഭവേദ്യമാകുന്ന വസ്തുവും അനുഭവിക്കുന്ന ആളും ഒന്നായിത്തീരുന്നു എന്നുള്ളതാണ്. ഭാഗവതത്തെക്കുറിച്ച് പറയുന്നതും അതാണ്. ഭാഗവതം വായിക്കുന്ന ഭക്തനും ഭാഗവതം എന്ന ഗ്രന്ഥവും അതിൻ്റെ വിഷയമായ ഭഗവാനും മൂന്നും ഒന്നായിത്തീരുന്നു. മൂന്നും ഒന്നായിത്തീരുന്ന അവസ്ഥ. അതാണ് ഭാഗവതത്തിൻ്റെ ഏറ്റവും വലിയ പവിത്രത, അല്ലെങ്കിൽ ആ ഭാഗവത മാഹാത്മ്യം എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രത്യേകത. വായിക്കുന്ന ഭക്തനും ആ ഗ്രന്ഥവും ഭഗവാനും, വിഷയമായ ഭഗവാനും ഒന്നായിത്തീരും. മൂന്നായിട്ട് കാണാൻ പറ്റില്ല, മൂന്നും കൂടെ ഒന്നായിത്തീരുന്ന അവസ്ഥ, ത്രിപുടി ഒന്നായിത്തീരുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഇതാണ്. അപ്പം ഇതാണ് ആ സമാധി ഭഗവാൻ അമൃതന് പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പം ബ്രഹ്മസമാജത്തിലെ ഈ വ്യക്തികളൊക്കെ ഭഗവാൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അത് കേട്ടിരിക്കും. അപ്പം മറ്റു ഭക്തന്മാർ ധരിക്കുന്ന ഒരു ധാരണയുണ്ട്. ഈ ഭഗവാൻ ഇത് പറയുമ്പോൾ ഇത് മറ്റു ഭക്തന്മാർ, ഈ ബ്രഹ്മസമാജം അല്ലാത്തവരും ഭഗവാന്റെ അടുത്ത് ഇരിപ്പുണ്ട് ഈ സന്ദർഭത്തിൽ. അപ്പോൾ അവർ സാധാരണ ധരിക്കുന്നത് ഈ ബ്രഹ്മസമാജക്കാരുമായി ഇങ്ങനെ നിരന്തരം സമ്പർക്കം നടത്തുന്നത് കൊണ്ട് ഭഗവാൻ എന്തെങ്കിലും ഒരു ഗുണമുണ്ട്. കാരണം ഇവരെ നന്നാക്കാൻ പറ്റില്ല. ഇതാണ് മറ്റുള്ളവർ ആ കാലത്ത് ധരിച്ചു വച്ചിരുന്നത്. ഇവരെ ഒരു കാലത്തും നന്നാക്കാൻ പറ്റില്ല. പിന്നെ ഭഗവാൻ ഇവരുമായിട്ട് ഇങ്ങനെ നിരന്തരം ഇത്രയും അഗാധമായി ചർച്ച ചെയ്തിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ, അല്ലെങ്കിൽ ഭഗവാൻ എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ ഇവരെ ഇങ്ങനെ പറഞ്ഞിട്ട്? ഇവരിൽ നിന്നാണെങ്കിൽ ഒന്നും സ്വീകരിക്കാനില്ല. ഈ ബ്രഹ്മസമാജംകാരിൽ നിന്ന് അന്നത്തെ ഏറ്റവും വിപുലമായ ഗ്രൂപ്പാണ് ബ്രഹ്മസമാജം എന്നാലോചിക്കുക. ആ ബ്രഹ്മസമാജമാണ് നിറഞ്ഞു നിൽക്കുന്നത്. ആ കൽക്കട്ടയിലെന്നല്ല, ആകെ. അപ്പോൾ വെളിയിൽ ഭാര്യ സമാജം, അത് എന്ന് പറഞ്ഞ പോലെ അന്നത്തെ ആധ്യാത്മികമായ ഒരു ഭാരതീയ സംഘങ്ങൾ എന്ന് പറയുന്നത് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഇവരാണ്. അപ്പം ഇവരോട് ഇത്രമേൽ സമ്പർക്കം പുലർത്തുന്നത് കൊണ്ട് ഭഗവാൻ എന്തെങ്കിലും പ്രയോജനമുണ്ടോ, ഗുണമുണ്ടോ എന്ന് ഇതല്ലാത്ത ഭക്തന്മാരന്ന് നിരന്തരം ആലോചിക്കുന്നത് പതിവാണ്. അപ്പം അത് ഈ ബ്രഹ്മസമാജക്കാർ എന്താണോ നിലനിർത്തിക്കൊണ്ട് വരുന്ന വിശ്വാസ പ്രമാണം, അതിനെ ഒരു കാലത്തും മാറ്റാൻ പറ്റില്ല എന്നാണ് പൊതുവെ സമൂഹം ഒന്ന് ഇതിന് പുറമേ ഉള്ളവർ വിചാരിച്ചുകൊണ്ടിരുന്നത്. അതെങ്ങനെ മാറിപ്പോയി, എത്ര നിഷ്പ്രയാസം ഭഗവാൻ അത് മാറ്റിയെടുത്തു, അത്ഭുതകരമായിട്ട് എങ്ങനെ മാറ്റിയെടുത്തു എന്നുള്ളതാണ് ഈ ചർച്ചകളുടെ തുടർഭാഗത്ത് നമ്മൾ കാണുന്നത്. അത്ര അത്ഭുതകരമായിട്ട്. കാരണം ഇവരൊക്കെ അടിയുറച്ച ആ പാശ്ചാത്യവൽക്കരണത്തിലൊക്കെ പെട്ട്, അടിയുറച്ച പുസ്തക വായനയിൽപ്പെട്ട്, ഗ്രന്ഥപാരായണത്തിൻ്റെ ജ്ഞാനം നേടിയെടുത്ത്, അന്നത്തെ ആ സോക്കോൾഡ് വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന വമ്പന്മാരാണ് ഇവരൊക്കെ. ഇവരെയൊക്കെ ഒന്നോ രണ്ടോ ഇതുപോലെ ഉപ്പുവാഴയുടെ കഥയൊക്കെ പറഞ്ഞ് മാറ്റുക എന്ന് പറഞ്ഞാൽ അസാധ്യം. അങ്ങനെയുള്ളവരെ ഇത്രയും ലളിതമായ ഭഗവാൻ അവരെ എങ്ങനെയാണ് ഈ മഹാമേരുക്കളെ മുഴുവൻ കീഴടക്കിയത്, അല്ലെങ്കിൽ അവരെയെല്ലാം നിലംപരിശാക്കിയത് എങ്ങനെ എന്നുള്ളതാണ് ഈ 1-ാം വോള്യത്തിൻ്റെ ഇനിയുള്ള ഭാഗങ്ങളിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്നത്. അത് നമുക്ക് അടുത്ത പ്രാവശ്യം അതിനെക്കുറിച്ച് നോക്കാം. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. നമസ്തേ 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 നമസ്തേ. വളരെ സന്തോഷം. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞല്ലോ, കളിമണ്ണിനെ കുഴച്ച്, ആ കൊട്ടേഷനാണ് ഓർമ്മ വന്നത് കേട്ടപ്പോ. നാമം ജപിക്കാം. ശാരദാ ദേവി നമഃ.